ഞാനിന്ന് നടുന്നത് വലിയുള്ളിയാണ്. എൻ്റെ പഴയ വലിയുള്ളി ഉണ്ടായത് ഇതാ കണ്ടോ, ഉണ്ടായത്. ഇത് എടുക്കാനായില്ല, സമയമായില്ല. ഇനി വണ്ണം വെക്കൂത് 5 എണ്ണം ഉണ്ട്. കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇത് പുറമേ അങ്ങ് എടുക്കാൻ പറ്റൂല. ഇതാണ് ഞാൻ ഇന്ന് നടാൻ പോകുന്നത് കേട്ടോ. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലുമായിട്ടാട്ടോ. ഞാൻ കൂടുതലും നടിയിലാണ് കാണിക്കുക. പിന്നെ ഇടയ്ക്കൊരു വിളവെടുപ്പ് കാണിക്കും, പിന്നെ പൂക്കളെ കാണിക്കും. എല്ലാം ഏത് കാണിക്കുന്നതും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. വിളവെടുപ്പ് നല്ല ഇഷ്ടമാണെന്നല്ല കുറേ പേര് പറയും. വിളവെടുപ്പ് രസമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വിളവെടുപ്പെല്ലാം നടിയിലാണ്. നടിയെന്ന് പറഞ്ഞാൽ ഉള്ളി, ചെറിയുള്ളി ഉണ്ട്, വലിയുള്ളി ഉണ്ട്, വലിയുള്ളി സവാള, പിന്നെ വെളുത്തുള്ളി ഉണ്ട്. അപ്പം വെളുത്തുള്ളി നടിയെന്നൊക്കെ ഞാൻ കാണിച്ചതാണ്. ചെറിയുള്ളി പിന്നെ അത് നടിയിലും കാണിച്ചതാണ്, വിളവെടുപ്പും കാണിച്ചതാണ്. ഇന്ന് ഞാൻ പിന്നെ ചെറിയുള്ളിയും കാണിക്കും, പിന്നെ സവാളയും കുറച്ച് വലുതായിട്ടുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ സവാള ഞാൻ അതെങ്ങനെയാണോ നട്ടത് അതുപോലെ ഇപ്പം നടുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉള്ളി നടുന്നതെന്നുള്ളത് ഞാൻ ലൈവായിട്ട് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലുണ്ടായതൊക്കെ കണ്ടാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെടും, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്നാ വരി നമുക്ക് ഉള്ളി നടാലോ. ഞാൻ സവാള കേട്ടോ, വെല്ലുള്ളി എന്നാണ് ഞാൻ പറയല്. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ ശീലം. സവാള ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് പറയുന്ന. അപ്പം ഞാൻ നടുന്നത് ഇതാ സിമൻറ്റ് ചാക്കില. ഞാൻ എല്ലാം നടല് സിമൻറ്റ് ചാക്കില. 5 പൈസ ചില്ലിക്കാശ് മുടക്കാത്ത കൃഷിയാണ് എൻ്റെത് മൊത്തം. എന്നാൽ നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ പണം മുടക്കുന്നത്, നമുക്ക് പണം മുടക്കാതെ വിഷരഹിത പച്ചക്കറി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയല്ലേ. ഞാൻ അങ്ങനെയാട്ടോ. എൻ്റെ കൂടെ കൂടിയാൽ ആർക്കും പൈസയൊന്നും മുടക്കേണ്ടി വരില്ല. എത്രയോ പേര് ഇപ്പം ഞാൻ കമൻറ്റ് ഇങ്ങനെ വായിക്കലുണ്ട്. ഞാൻ അതുപോലെ നട്ടിട്ട് മുറ്റും പരിസരവും ഒക്കെ വൃത്തിയായി നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ട്, നന്നായിട്ട് കരുത്തിലുണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ രഹസ്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാ അപ്പം ഞാൻ സിമൻറ്റ് ചാക്ക് ഞാൻ ഒന്ന് വിളവെടുത്ത് കഴിഞ്ഞ ചാക്കാണ്. ഒരു സിമൻറ്റ് ചാക്ക് കൊണ്ട് നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ നടാം. ഒന്നും ആകുന്നില്ല, അതങ്ങനെ ഒന്നും ആവൂല. അപ്പോൾ സിമൻറ്റ് ചാക്ക് എവിടുന്ന് അങ്ങ് കിട്ടുക എന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ സിമൻറ്റ് പണി എടുക്കുന്നവരടുത്ത് ചോദിച്ചാൽ മതി, കെട്ട് കണക്കിന് കിട്ടും. റോഡ് പണി എടുക്കുന്നവരടുത്തിൻ്റെ പറയണ്ട. ഞാനിവിടെ നോക്കുമ്പോൾ റോഡ് പണി എടുക്കുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, കൃഷി എടുത്തോട്ടെ എന്നായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ കരുതിയത് അതാട്ടോ, ഞാൻ എടുത്തില്ല, എനിക്ക് മല പോലെ കൊണ്ടുവച്ച തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഈ സിമൻറ്റ് ചാക്കിൻ്റെ 2 അറ്റവും കെട്ടി ഇങ്ങനെ റൗണ്ടിലാക്കിയാൽ ഇത് ചെരിഞ്ഞ് വീഴൂല, അങ്ങനെ ഉറച്ചവിടെ നിന്നോളും മണ്ണിൽ. പിന്നെ റൗണ്ടും കിട്ടും. നമുക്ക് കുറേ പോട്ടി മിക്സൊക്കെ ഇടാം. അപ്പം ഞാനിതിൽ തുടങ്ങട്ടെ കേട്ടോ പോട്ടി മിക്സ് ഇടുന്നത്. ഞാൻ പോട്ടി മിക്സ് ഫസ്റ്റിലിടുന്നത് ചകിരിയാണ്. ചകിരി ചോറല്ല, ചകിരിൻ്റെ ചോറൊക്കെ എടുത്തു പോയ ചകിരിയാണിത്. ഇതെവിടുന്നാണ് കിട്ടിയത് ഞാൻ എപ്പോഴും പറയുമ്പോൾ എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്, ആ ബെഡ് പൊളിച്ച ഇനിയും തീർന്നില്ലേന്ന്. അത് തീർന്നില്ല കേട്ടോ, കുറേ ഇടാനുണ്ട്. ആ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്, ഇനിയും തീർന്നില്ലേന്ന് ചോദിച്ചത്. അപ്പം ഇതിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ, മണ്ണ് ഒലിച്ചു പോകൂല. പിന്നെയെന്ന് പറഞ്ഞാൽ മണ്ണിനെ തടഞ്ഞു നിർത്തുന്നതിന് പുറമെ കുറച്ചൊക്കെ വെള്ളം ഇത് പിടിച്ച് നിർത്തും. ഇതിപ്പോൾ ഇനി വേനലല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ അന്നേരം ഇത് കുറച്ച് നനവ് പിടിച്ച് നിൽക്കുകയും ചെയ്യും, മണ്ണ് ഒലിച്ച് പോകൂല, തണുപ്പ് കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ചകിരിച്ചോറ് വെച്ചാൽ. ഇനിയാണ് അടുത്തത് നടക്കാൻ പോകുന്നത്. ചകിരിച്ചോറ് വെച്ചതിൻ്റെ മേലെ ഇത്തിരി മണ്ണിടുക. എൻ്റെ മണ്ണിനൊക്കെ ഒരു കറുപ്പ് കളറായിരിക്കും കേട്ടോ. ഇവിടെ ഒക്കെ ഒരു കരിയില കമ്പോസ്റ്റും അതും ഇതും ഒക്കെ കൂടി ആയിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും നിർത്തിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിനിങ്ങനെ ഓർഡറിൽ ഇട്ടോളണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ഇടുകയെന്നേ ഉള്ളൂ. ഇത് എൻ്റെ സൈഡൊക്കെ ചെത്തിക്കോരിയ പുല്ല. റോഡ് സൈഡൊക്കെ ഞാൻ എപ്പോഴും ചെത്തിക്കോരി. രാവിലെ അടിച്ചു വരുമ്പോൾ ഞാൻ അടിച്ചു വാരലും പുല്ല് പറിക്കലൊക്കെ ഒന്നിച്ചയാണ്. അങ്ങനെ അങ്ങ് വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഞാൻ അടയിടിട്ട് പോരൂല കേട്ടോ. ഞാനതൊക്കെ എടുത്തു വെക്കും. എൻ്റെ മനസ്സിലുണ്ടാവും ഇന്ന ചെടി നടുമ്പോൾ ഇടണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്.
അപ്പം പരിസരം വൃത്തിയാകും, റോഡ് സൈഡൊക്കെ വൃത്തിയായാലും മക്കൾ ഇങ്ങനെ സ്കൂളും മദ്രസയിൽ പോകുന്നല്ലേ, പാമ്പിനൊന്നും ചവിട്ടി പോകണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നത് രണ്ട് നന്മയാണ്. ഒന്ന് കൃഷി ചെയ്യുന്നത്, രണ്ടാമത് വൃത്തി ശുചീകരണവും. റോഡ് നന്നാക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ പോകുന്നതാണല്ലോ. അപ്പം പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാവും, ഒക്കെ എടുത്ത് കളയുക. പിന്നെ ഇടുന്നത് അത് നറുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഇടുന്നത്, അങ്ങനെ ക്രമമൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്ലാസ്റ്റിക്കൊക്കെ കളയണം. പിന്നെ എനിക്ക് മുറ്റടിച്ച് കരയിൽ കരിയില കിട്ടൂല കേട്ടോ. എനിക്ക് പൂക്കൾ ഉണങ്ങിയിട്ട് ബോഗൺ വില്ലൻ്റെതും മെലസ്റ്റോമൻ്റെതും അത് ദിവസേന വീഴും. എത്രയാണെന്നറിയോ, എനിക്കൊരു മുറ ഉണ്ടാവും. എന്നാലും അതിന്മേൽ തൊഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല, അതിന് മാത്രം ഉണ്ടാവും. വീണ്ടും 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 നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ മെലസ്റ്റോമ കാണുന്നുണ്ടാവും. ദിവസം അടിച്ച് വരണം മെലസ്റ്റോമ പൂക്കൾ. ഇല വീണ ഞാൻ കണ്ടിട്ട് തന്നെയില്ല. ഇതൊക്കെ മെലസ്റ്റോമി, എന്താ കണ്ടില്ലേ വയലറ്റ് കളറ്, ഒക്കെ വളയിക്കോളും, നല്ല വളമായി മാറും ഇതൊക്കെ. ഇത് വളാകുന്നത് മാത്രമല്ല, നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് വടിയൊന്നും വേണ്ട, അത്ര പെട്ടെന്നൊന്നും വിഘടിക്കൂല. എപ്പം കണ്ടാൽ നമ്മൾ കല്ലും പ്ലാസ്റ്റിക്കും മാറ്റിക്കോളുക, അത് രണ്ടും ഇതിന് പറ്റൂല. പ്ലാസ്റ്റിക് അങ്ങനെ തന്നെ നിൽക്കും. കുറച്ചധികം കൂടി നമ്മൾ നിറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും ഇടൂരല്ല. ഞാനൊന്നും ഇടൂല കേട്ടോ, ഞാൻ ഒന്നും ഇടൂല. എൻ്റെ ഇത് തന്നെയാ. പിന്നെ എൻ്റെ വീക്ക്നെസ് ആണ് നനക്കുക എന്നറിയുന്നത്, ആ നനക്കുന്നത് മാത്രം. ഇത് ഞാൻ അടിച്ചുകാരിടാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രം കൊണ്ട് എടുത്ത് വെച്ചതാണ്. ഇതിലൊക്കെ മണ്ണുണ്ട്, മണ്ണിൻ്റെ അംശമുണ്ട്. എന്നാലും ശരി, നമുക്ക് കുറച്ച് മണ്ണിടാം. നമ്മളെല്ലാ ഭാഗവും അമർത്തി കുത്തി നിറച്ചാൽ റൗണ്ടിൽ നിൽക്കൂ. റൗണ്ടിൽ നിൽക്കാൻ ഒന്നും കൂടി സഹായിക്കും. അതാ റൗണ്ടിൽ നിന്നില്ലേ. എൻ്റെ ഇവിടെ കെട്ടിനെന്തൊരു പ്രശ്നം വന്നിക്ക്, അതിന് ഇതങ്ങ് ഫുള്ള് ഇടാന്ന് വിചാരിച്ചു. ഫുള്ളങ്ങ് ഇട്ടാലേ കുത്തി അങ്ങ് നിറച്ചാൽ ഈ നാളെ തൊട്ട് തുടങ്ങാലോ വേറെ. അപ്പം ഞാൻ മണ്ണിടേണ്ട ആവശ്യമില്ല, അതിൽ കുറച്ച് മണ്ണുതാ പെട്ട്. ഇതൊക്കെയാണ് ഇത്. ഞാൻ എന്താണെന്നറിയാം, ഇതെൻ്റെ മുറ്റത്ത് അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാവും കയറ്. ഞാനിങ്ങനെ കെട്ടിക്കൊടുക്കും. പൂക്കളൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ് പോകുമ്പോൾ പൂക്കളല്ല തണ്ട്. അപ്പോൾ ഞാനിനി ഇതിൽ മണ്ണിടുന്നില്ല, കാരണം മണ്ണ് ഇതിലുണ്ട്. അപ്പോൾ മണ്ണിട്ടാനുള്ള ഗുണം എന്താണെന്നറിയാം, മണ്ണിതിൽ ഉള്ളത് കൊണ്ടുള്ള ഗുണം ഈ ഇട്ട സാധനങ്ങളൊക്കെ വിഘടിപ്പിച്ചിട്ട് വളമായി മാറ്റും. മണ്ണിൽ 2 തരം ജീവികളുണ്ട്, സൂക്ഷ്മ ജീവികൾ. നമ്മൾ കണ്ണോട്ടൊന്നും നേരിട്ടൊന്നും കാണൂല. ആ ജീവികൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ആ നല്ല ജീവികൾ നമ്മളിട്ട പോട്ടി മിക്സ് ഒക്കെ അങ്ങ് വിഘടിപ്പിച്ചിട്ട് നല്ല വളയോ മാറും. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ, അപ്പം മണ്ണ് പാറ പോലെ ഉറക്കിയില്ല. മണ്ണ് ഉറച്ചു പോയാൽ എന്താ സ്ഥിതി എന്നറിയോ, ഈ വേരുകൾക്ക് ഇങ്ങനെ പോവാൻ, നെട്ടോട്ടം ഇങ്ങനെ ചുറ്റി പോകാൻ കഴിയില്ല. വേരുകളാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത്, ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം അതിന് പോവാൻ തടസ്സമാവും. പാറ പോലെ ഉറച്ച മണ്ണാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉറക്കൂല, സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഇഷ്ടംപോലെ ഓടി നടക്കാം വേരുകൾക്ക്. അപ്പോൾ അങ്ങനെ ആ വേരുകൾ അങ്ങനെ ഓടി നടന്ന് കൊടുക്കുന്നത് കൊണ്ട് ചെടികൾ നല്ല കരുത്തിൽ ഉഷാറിലുണ്ടാവും. കരുത്തുള്ള ചെടികൾക്ക് അങ്ങനെ ഒന്നും രോഗം പിടിപെടൂല. പിന്നെയെന്ന് പറഞ്ഞാൽ ജീവികൾ വരും കേട്ടോ, അത് ഇതുമായിട്ട് ബന്ധമല്ല. ജീവികൾ കണ്ണോണ്ട് നോക്കി അങ്ങ് കളയുക. പിന്നെ കുറേയൊക്കെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ഒക്കെ ഒഴിക്കുക. നമ്മളെ പരിചരണം മണ്ണിടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചങ്ങ് ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഇത് പാകാട്ടോ. ഉള്ളിക്കും എല്ലാം ഇതൊക്കെ മതി ഉള്ളിൻ്റെ. ഇനി ഞാൻ ഇടാൻ പോകുന്നത് കണ്ടോ, നല്ല പവർഫുൾ വളമായ കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ഇതിലിടണ്ട. ഇതിനെ തോൽപ്പിക്കാൻ വേറെ ഒരാൾക്കും ആവൂല, ഒരു വളത്തിനും. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നോക്കി, ചാണകം വരെ തോറ്റുപോകും. നല്ല കറുപ്പ് കളറിൽ. എനിക്ക് ചാക്ക് കണക്കിനുണ്ട്, ഞാൻ എപ്പോൾ ഉണ്ടാക്കിയോണ്ടിരിക്കല. കണ്ടോ കറുത്ത കളറ്. ഇതാ കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റിൽ
എന്തൊക്കെ ഉണ്ടെന്നറിയോ? അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റ് അല്ല ഉണ്ട്, ഫുഡ് പിന്നെ വേസ്റ്റ് അതല്ല കേട്ടോ, പച്ചക്കറി മുറിച്ചിട്ട വേസ്റ്റ് വിത്തുകൾ ഉണ്ടാവും. ആ വിത്തുകളൊക്കെ ഇപ്പം അതിലുണ്ട്, നമ്മൾ കാണൂല. ഈ കറുപ്പുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നനച്ച ആളായി ഉഷാറായി വരുമ്പോൾ ഉണ്ടാവും നല്ല കരുത്തുള്ള തൈകൾ. ഇങ്ങനെ ഈ കരിയില കമ്പോസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്നത്. തക്കാളി, പച്ചമുളക്, വെണ്ട, പയർ, അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. ഞാൻ ആ നട്ട പിന്നെ തക്കാളി ഒന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, തയ്യല്ല. കാരണം ഈ കരിയില കമ്പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നട്ട് ഇപ്പം അത് തീരാനായി, അടുത്തത് വേറെ ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കരിയില കമ്പോസ്റ്റിൻ്റെ കഴിഞ്ഞ് ഇനി ഞാൻ മേലെ കുറച്ച് മണ്ണ് അങ്ങോട്ട് കൊടുക്കും. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൃഷി എടുക്കുന്നത് എനിക്ക് മുന്നേ പറ്റുള്ളൂ. അതോ പിന്നെ സ്പോട്ട് തന്നെ വൃത്തിയാക്കി വേണം. ഇത് മുൻഭാഗം ആൾക്കാർ വന്നാൽ കൃഷിയെന്നും പറഞ്ഞിട്ട് വൃത്തി വേണമല്ലോ. ഇങ്ങനത്തെ ഒക്കെ കൂടി കൊണ്ടുപോയിട്ടിട്ടേ പുല്ലൊന്നും ഉണ്ടാവില്ല. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതാ തീരെ വെയിറ്റില്ല, കണ്ടില്ല കളറ് എൻ്റെ മേലത്തിനെ മണ്ണിട്ടുന്നു. ഇനി ഞാൻ എൻ്റെ സവാള മുളച്ചത്, വലിയുള്ളി മുളച്ചത് കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ എൻ്റെ അങ്ങ് ദേഷ്യം പിടിക്കും. അക്കോലത്ത് മുളച്ച് വയ്ക്കും. ഇതാ 2 ഉണ്ട്. ഇത് കണ്ടോ? ഇത് ഞാൻ എനിക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ കഴിയില്ല, വീട് പണിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ മെല്ലെ കൊണ്ടുപോയി വെച്ചതേനു. ആ വെച്ചത് നിന്നുണ്ടായത് നിറയെ വേര് പൊട്ടിയതാ, ഇലയും ഉണ്ടായി, തണ്ട് കണ്ടോ ഇത്രയും ഉണ്ടായി. അപ്പം ഞാനിത് 2 എണ്ണം നടാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 2 ആൾ 2 അറ്റത്തേക്കാക്കട്ടെ. ഇവർ നല്ല ഉഷാറിൽ വളരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഉഷാറിൽ വളരട്ടെ. ഇതാ ഒന്ന് നട്ട്. ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നും അല്ല. പിന്നെ നാളെ മറ്റന്നാളൊക്കെ നട്ടാൽ മതി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പം നിങ്ങൾ നടുക. ഈ ഒറ്റ ഒന്നിൽ ഞാൻ 2 എണ്ണം നടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരൊറ്റ ഗ്രോ ബാഗിൽ 2 എണ്ണം നട്ട്. ഇത് കുറച്ചും കൂടി മണ്ണാക്കി കൊടുക്കട്ടെ. എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേര് ഭയങ്കരമായിപ്പോയി, ഭയങ്കര സ്ട്രോങ്ങിൽ കുറേ ഉണ്ടായിപ്പോയി. ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ ഇതിന്. ഇനി മണ്ണ് കുറച്ചും കൂടി അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ മണ്ണിൻ്റെ കളറ് കണ്ടോ? വയനാടൻ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. നോക്ക്, ഇതിൽ വേഗം ഉണ്ടാവും. ഇതൊന്ന് കെട്ടി കൊടുക്കണം. ഇതൊക്കെ ഞാനൊന്ന് പറിച്ച് കൊണ്ടുവന്നതാ. അങ്ങനെ അൽഹംദുലില്ലാ അന്നത്തെ ഇതുണ്ടാക്കുന്നത്. 2 എണ്ണം ഇന്നലെ ഞാൻ നിത്യവഴുതിനായിരുന്നു നട്ടത്. എനിക്ക് എന്തെങ്കിലും ഒന്ന് നട്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ രാത്രി പ്ലാൻ ചെയ്യൂ നാളെ ഇപ്പം എന്താ നടുന്നത്. അപ്പം നിത്യവഴുതി നട്ട്, ചേമ്പ് നട്ട്, ഇന്നുള്ളിയാ. എൻ്റെ കൂടെ എന്നെ ഫോളോ ചെയ്ത് കുറേ ആൾക്കാർ പലതും നടന്നു, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. നിന്നും ഞാൻ കമൻറ്റ് വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നല്ല വൃത്തിയുമായി, വീടും പരിസരവും വൃത്തിയായി, നമ്മൾ വളവും കിട്ടി, നമ്മൾ ചെടി നടാൻ ചെടി ഉഷാറായി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ അങ്ങനെ ഞാൻ ഉള്ളി നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഉള്ളി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഉള്ളി എങ്ങനെ ഉണ്ടായി വരുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ നട്ടിട്ട് കുറച്ചായി. പൂവൊക്കെ ഞാൻ കാണിച്ചതാണ്. അതിൻ്റെ ഇടയിൽ പല ചെടികളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കെന്നെ അതിശയപ്പെട്ടു പോയിട്ടോ ഞാൻ കണ്ടിട്ട്. വലുതായിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ക്യാമറയിൽ കാണുന്നുണ്ടോ? ഇത് എടുക്കാൻ പറ്റൂല കേട്ടോ. എടുക്കുകയാണെങ്കിൽ ഇത് പറ്റൂ. 5 എണ്ണം ഈ വലിപ്പത്തിൽ 5 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 1 2 3 4 5 ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ ഉണ്ടായത്? ഇങ്ങനെ ഉണ്ടായാൽ നമുക്കിങ്ങനെ ഉണ്ടായിക്കാണും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ നടാൻ. ഞാൻ അങ്ങനെ ഓരോന്ന് നട്ടു ഇങ്ങനെ ഉണ്ടായിക്കാണുന്നത്. ഇനി ആ ചെറിയുള്ളി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ചെറുപ്പാളായി വരുന്നേ ഉണ്ട്. ഇതിൻ്റെ പൂവാണെങ്കിൽ ഇനി വേറെതാ പുതിയത് വരുന്നത്. ചെറിയുള്ളി വിളവെടുത്ത് കാണിച്ചു തരാം കേട്ടോ. വിളവെടുക്കാനായിട്ടുണ്ട്.
ഇതാ കണ്ടോ ഉണ്ടായത് 3 എണ്ണം ഞങ്ങൾ പുറത്തേക്ക് ഇതാ കണ്ടോ ചെറിയുള്ളി 3 അല്ല 8 ഒക്കെ ഉണ്ടാവും ഇതാ ഇതൊക്കെ ഞാൻ താമസിച്ച് പോയിട്ട് മുളച്ചു പോയി അതാണ് എൻ്റെ കുഴപ്പം ഒക്കെ ചെറിയുള്ളി നമ്മൾ നട്ടാൽ ഉണ്ടാവുമോ എന്നൊക്കെ അല്ലേ പലരുടെയും സംശയം ഇതാ ചെറിയുള്ളി എന്തിന് വിളവെടുത്ത് ഇതാ 1 2 3 4 5 ഇത് അവിടെ കണ്ട് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുക ഇത് 2ാമത് മുള വന്നു താമസിച്ചിട്ട് ഞാനിത് അതിലൊക്കെ ഉണ്ട് ഞാൻ അതിൽ നിന്ന് വിളവെടുത്തതാ ഇത് അപ്പം ചെറിയുള്ളി നമുക്ക് നടാം കേട്ടോ ഞാനിന്ന് നടുന്നത് വലിയുള്ളി ഉണ്ടായത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമുക്ക് ഈ ഉള്ളില്ലേ ഈ ഉള്ളിൻ്റെ ഓരോ തണ്ടില്ലേ ഈ ഓരോ തണ്ടുമെന്ന് ഇങ്ങനെ വെല്ലുള്ളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പം കാണിച്ചിരുന്നില്ല ഞാൻ അതിൽ കണ്ടത് അങ്ങനെ ചുറ്റും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തണ്ടുമലൊക്കെ ഓരോന്നുണ്ടാകുന്നുണ്ട് അടിയിൽ ഇതാ അപ്പോൾ 2 ഞാൻ നട്ടത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമു അലൈക്കും